വെൽക്കം ബാക്ക് ജോക്കർ മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബസൂക്ക ഒരു മൊത്തത്തിലൊരു ഊക്കലായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. ബസൂക്ക കണ്ടു, ഞാൻ ഇന്നലെ തന്നെ റിവ്യൂ ഇടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇന്നലെ കുറച്ച് ബിസി ആയ കാരണം പറ്റിയില്ല. ബസൂക്ക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ. അത് എന്തിനാ ഈ പടം തുടങ്ങിയത്, എന്തായിരുന്നു റീസൺ, എവിടെ നിന്നിട്ട് എന്തിനത് ആവശ്യം, ഇതൊരു മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോയി. ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞ് മാറ്റാൻ പാടില്ല. എന്നാൽ പോലും പറയാതെ വേറെ നിവൃത്തിയില്ല. ഒരു പെയിൻറ്റിങ്ങിലാണ് ഇതിൻ്റെ തുടക്കം. പക്ഷേ ഈ പെയിൻറ്റിങ് പിടിച്ച ആളും മമ്മൂട്ടിയുടെ ആൾ, ഇതിൻ്റെ പിന്നാലെ നടന്ന ആൾ, എല്ലാവരും മമ്മൂട്ടിയുടെ ആൾക്കാർ. പിന്നെ ഇത് എന്തിനാണ് ഈ കഥയുടെ ഉദ്ദേശമെന്നോ എന്തിനാണ് ഇത് നടത്തിയെന്നോ ഒന്നും ഒരു പിടുത്തമില്ല. സത്യം പറഞ്ഞാൽ വളരെ ഡിസപ്പോയിൻറ്റഡ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ അല്ലെങ്കിൽ അതിൻ്റെ കണക്ഷൻ മൊത്തം ലാസ്റ്റ് നമുക്ക് മനസ്സിലാവും. എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ക്ലാരിറ്റി ലാസ്റ്റ് നമുക്ക് മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നടന്നത്. പക്ഷെ ലാസ്റ്റ് നമുക്ക് ക്ലാരിറ്റി ഒക്കെ അവർ തരുന്നുണ്ടെങ്കിലും പക്ഷെ അത് കുറച്ചും കൂടിയും കൺഫ്യൂഷൻ ആവാന്നല്ലാതെ നമുക്കൊരു സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും അത് പറ്റിയില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല സ്ക്രിപ്റ്റ് വളരെ മോശം. സ്ക്രിപ്റ്റ് സത്യത്തിൽ മൊത്തത്തിൽ ഈ ഡയറക്ടർക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല, അല്ലെങ്കിൽ ഇത് ആൾ ഉദ്ദേശിച്ച ലെവലിൽ നിന്ന് സാധനം മാറിപ്പോയി. ഈ ഡീനോ ഡെന്നിസ് കുറച്ചും കൂടിയും ആ സ്ക്രിപ്റ്റിലിരുന്നു. പക്ഷേ 5 കൊല്ലത്തോളം പുള്ളി വർക്ക് ചെയ്തിരുന്നു ഈ സ്ക്രിപ്റ്റിൽ, എന്നിട്ടൊക്കെയാണ് ഇത് എടുത്തത്. ഇത് മാത്രമല്ല, ഇത് എടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ റീഷൂട്ട് ചെയ്തിട്ടാണ് ഇത് ഇപ്പോൾ കംപ്ലീറ്റ്. ഇത് സത്യം പറഞ്ഞാൽ ഈ GVM ആ ഡൊമിനിക്കിൻ്റെ കഥ പറയണ ഈ സെറ്റിലാണെന്നാണ് പറയുന്നത്. ഡൊമിനിക്ക് എടുത്തു കഴിഞ്ഞു. അത് മാത്രമല്ല ബ്രഹ്മയുഗത്തിന് മുമ്പാണ് ബസ്സൊക്കെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയെന്നാണ് പറയുന്നത്. ഇത്ര നാളിനിടയ്ക്ക് ഇതിൻ്റെ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ പറ്റാത്തത് സത്യം പറഞ്ഞാൽ ഡയറക്ടറുടെ വലിയൊരു ഫോൾട്ട് തന്നെയാണ്. ഒന്നില്ലെങ്കിൽ മറ്റേ പുള്ളിയുടെ അച്ഛൻ വലിയൊരു തിരക്കഥാകൃത്തൊക്കെ ആയിരുന്നു ഡീനോ ഡെന്നിസിൻ്റെ. പക്ഷേ പുള്ളിക്ക് അതിൻ്റെ ആ ഒരു ലെവല് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അത് സിനിമയാക്കാൻ പറ്റിയിട്ടില്ല. കുറേ ബ്രഹ്മാണ്ഡ കാര്യങ്ങളൊക്കെ പുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ലെവലിലേക്ക് എത്താൻ അത് പറ്റിയില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. എനിക്ക് തോന്നുന്നു ആ എഡിറ്റർ ഉണ്ടല്ലോ, എൻ്റെ എഡിറ്റർ നിഷാന്ത് യൂസുഫുള്ള, പുള്ളി മരിച്ചു പോയല്ലോ. പുള്ളി അതൊരു ലെവലാക്കി വെച്ചിട്ട് വേറെ ആളൊന്ന് എഡിറ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷൻ വിട്ടുപോയതാണോ എന്നും കൂടി നമുക്ക് ഒരു ഡൗട്ടുണ്ട്. പിന്നെ ഒരുപാട് അനാവശ്യ ഷോട്ടുകൾ, ഇന്നിങ്ങനെ ഒരു ബ്രഹ്മാണ്ഡ പടം എടുക്കണമെന്നുള്ളൊരു ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു ഷോട്ടുകളുണ്ടല്ലോ, യാമൽ നീരത് അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ എടുക്കുന്ന പോലത്തെ കുറച്ച് ഷോട്ടുകൾ. ഇപ്പോൾ ജീത്തു ജോസഫൊക്കെ ആണെങ്കിൽ അവരങ്ങനെ ഷോട്ടിനെ ഒരുപാട് വലുതായി കാണിക്കൊന്നുമില്ല. ഇപ്പോൾ LJP ആയാലും ജീത്തു ജോസഫൊക്കെ ആയാലും അവർ ആ കഥയിലത്തെ ആളുടെ ഇമോഷൻസ്, എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെയാണ് കൂടുതലും വെറുതെ ഒരു സ്റ്റഡി ക്യാം വെച്ച് ഇങ്ങനെ പകർത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക, ഇതിങ്ങനെ വരിക, ഇങ്ങനെ സൂം ഔട്ട് ചെയ്യുക, ഇങ്ങനെ സൂം ഇൻ ചെയ്യുക, അങ്ങനത്തെ പരിപാടിയിൽ സ്ലോ മോഷൻസ് ഇടിക്കുമ്പോൾ കുറേ ഷോട്ടുകൾ ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു തരത്തിലും നമുക്ക് കഥയോട് ഇതിനോട് യോജിക്കാൻ കഴിയില്ല. പിന്നെ മമ്മൂട്ടിയുടെ അഭിനയം സത്യം പറഞ്ഞാൽ മഹാബോറാണ്. പുള്ളി കുറേ ക്രിയേറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിൽ ബോറും ഉണ്ടാവാം നല്ലതും ഉണ്ടാവാം, അതുകൊണ്ട് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നുവെച്ചാൽ എല്ലാം ക്ലിക്ക് ആവണമെന്നില്ലല്ലോ, പുള്ളി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ക്ലിക്ക് ആവണമെന്നില്ല. ഇത് പക്ഷേ ക്ലിക്ക് ആയിട്ടില്ല. പക്ഷേ നമുക്ക് അതിനോട് മമ്മൂട്ടിയോടൊന്നും പറയാനില്ല. പുള്ളി ഇത്രാമത്തെ വയസ്സിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഗെയിമറിൻ്റെ ഒരു ലെവലിൽ പുള്ളി അഭിനയിക്കുന്നില്ല, ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, അതിന് വലിയൊരു കാര്യമാണ്. അപ്പോൾ ബോറായാലും നമുക്ക് അതിനോട് ഒന്നും പറയാനില്ല. എനിക്കൊരു ഗ്രേ പാരറ്റ് ഉണ്ട്, അവൻ അവിടെ കിടന്ന് ഭയങ്കര ബഹളം. ഇപ്പോൾ ഒന്ന് മാറ്റി വയ്ക്കാൻ പോയതാണ്, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഇങ്ങനെ സൗണ്ട് കേൾക്കും അവൻ്റെ വല്ലാണ്ട്. അപ്പോൾ മമ്മൂട്ടി അങ്ങനെ ഒരുപാട് ക്രിയേറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യുന്നേ വേണം. കാരണം വെച്ചാൽ എല്ലാം ക്ലിക്ക് ആവണമെന്നില്ലല്ലോ. അതുപോലെ ഇത് നമുക്ക് ചെയ്യാം. പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ ആ നടത്തമൊക്കെ എനിക്ക് ഭയങ്കര ബോറായിട്ടാണ് തോന്നിയത്. പക്ഷേ പുള്ളിയുടെ ക്യാരക്ടർ, മാരിയോ എന്നുള്ളൊരു ക്യാരക്ടറായ കാരണം ഈ പറഞ്ഞ ഒരു മാരിയോയുടെ ഒരു വെർഷൻ ഉണ്ട്, ഒരു വീഡിയോ ആ ഗെയിമിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പോകുന്നൊരു വെർഷനുള്ളൂ. പക്ഷെ വേറൊരു 3D വെർഷൻ ഉണ്ട്, അതിൽ മാരിയോ നടക്കുന്നൊരു സ്റ്റൈൽ എങ്ങനെയാണ്. അപ്പോൾ അത് ഇമിറ്റേറ്റ് ചെയ്ത് കയറ്റി ചെയ്താവാനേ വഴിയുള്ളൂ. എന്തൊക്കെ തന്നെ ആയാലും സാധനം കയ്യിൽ നിന്ന് പോയി. അത്രയും ആക്ച്വലി ഒരുപാട് ഷോട്ടുകൾ അനാവശ്യമായിട്ട് എടുത്ത് വെച്ച് സ്ക്രിപ്റ്റിൽ വരേക്ക് വർക്ക് ചെയ്യാണ്ട് ഇതിനൊരു സ്റ്റാർട്ടിങ് എൻഡിങ് ഇല്ല. ഇതിനിപ്പോൾ സെക്കൻഡ് പാർട്ട് ദുബായിലാണ്, അങ്ങനത്തെ ഒരു ലെവലിലേക്കാണ് കഥ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതൊക്കെ പ്രാവർത്തികമാവുന്നത്. കാരണം വെച്ചാൽ ഇത് വളരെ നെഗറ്റീവായിട്ട് തന്നെയാണ് ആൾക്കാരുടെ ഇടയിൽ. പിന്നെ വേറെ കുറച്ചും കൂടി ഓടണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇറങ്ങിയ പടങ്ങളിൽ
കുറച്ചും കൂടി നമുക്കൊരു സ്റ്റാർ വാല്യൂ ഉള്ള അല്ലെങ്കിൽ ആൾക്കാർക്ക് കയറി കാണാൻ പറ്റുന്ന മമ്മൂട്ടിയുടെ പടമുണ്ട്. പിന്നെ കുറച്ചുകൂടി നല്ല കൊമേഴ്ഷ്യൽ മൂവിയാണല്ലോ. അതായതുകൊണ്ട് ആൾക്കാർ ഇതിലേക്ക് അത്യാവശ്യം കയറും. വിഷുവിൻ്റെ ഒരു തിരക്കൊക്കെ വന്ന ആൾക്കാർ ബസ്സൊക്കെ ബുക്ക് ചെയ്യുള്ളതുകൊണ്ട് അത്യാവശ്യം പിടിച്ചിരിക്കാൻ പറ്റും. അല്ലാതെ വല്ലാത്ത രീതിയിൽ തകർന്നു പോയനെ. അതുമാത്രമല്ല വലിയൊരു ഹൈപ്പ് റെസ്പോൺസ് ഒന്നും ബാക്കിയുള്ള പടങ്ങൾക്ക് വന്നിട്ടില്ല. അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും കാരണം ആ പടമാണ് പിന്നെയും ബെറ്റർ ആണെന്ന് ആൾക്കാർക്ക് അഭിപ്രായമുള്ളത്. സോ അതുകൊണ്ട് അത്യാവശ്യം ആൾക്കാർ കയറുമെങ്കിലും പടം വളരെ മോശമാണ്. ഇത് നെഗറ്റീവ്സ്. ഇനി പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ GVMൻ്റെ ക്യാരക്ടേഴ്സ് ടു ഗുഡ്. ആള് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിരുന്നു. പിന്നെ അതുപോലെ GVMൻ്റെ എല്ലാ ഏരിയകളും പുള്ളിയുടെ പിന്നെ ഒരു സ്റ്റൈൽ ഓഫ് ആക്ടിങ് ഉണ്ടല്ലോ. പുള്ളി എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു പുള്ളിയുടെ ക്യാരക്ടർ ഒരിക്കലും ആൾ വിട്ടുകൊടുക്കില്ല. ആൾക്ക് ആളുടേതായ ഒരു ബോൾഡ്നെസ് അല്ലെങ്കിൽ ഒരു IPS ഓഫീസറൊക്കെ ആവാൻ പറ്റിയ മനുഷ്യനാണ് GVM. നമുക്കിപ്പോൾ ഒരു IPS ഓഫീസറായിട്ടൊരു ഓർഡർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു അയാൾ ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത്രയും പവർ ആ ഓർഡറിന് ഉണ്ടെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ അത്രയും ഒരു ഗംഭീര ബാസും കാര്യങ്ങളും സ്ട്രെങ്ത് ഒക്കെ ഉള്ളൊരു അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ബോൾഡ് മാനാണ് പുള്ളിയുടെ ആ ഒരു ഡയലോഗിൽ സംസാരത്തിൽ ഇരുത്തത്തിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് GVMൻ്റെ സെക്ഷൻ പക്കയായിരുന്നു. അതുപോലെ എടുത്ത് പറയേണ്ടതാണ് എനിക്ക് തോന്നുന്നു മ്യൂസിക് ചെയ്തിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സയ്യിദ് അബ്ബാസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പക്കയായിരുന്നു. എല്ലാവർക്കും വേണ്ട ഇൻട്രൊഡക്ഷനും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടു പഠിക്കേണ്ട ദീപക് ദേവൊക്കെയാണ്. എമ്പുരാനിലേക്ക് ഇത്തരം ലെവലിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തു വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ആ സിനിമേനെ കുറച്ചും കൂടി ഹൈപ്പിലേക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നു. ദീപക് ദേവ് പക്ഷേ പറയണ വീഡിയോ കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുന്നതല്ലേ എന്നൊക്കെയാണ് പറയണത്. പുള്ളി ഈ അനിരുദ്ധിൻ്റെ ഒന്നും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും കേട്ടിട്ടുമില്ല എന്ന് തോന്നുന്നു. കാരണം ചില ജയിലറിലെയും ആൾ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ പടത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നമുക്ക് ആ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ തരിച്ചു കയറും. ഇയാൾ ഈ ദീപക് ദേവ് പോലുള്ള വല്ല പാട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ആളൊക്കെ പാട്ടൊക്കെ ഉള്ള സൂപ്പറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനൊന്നും പുള്ളിക്ക് അത്രയ്ക്ക് ലെവലില്ല. ഈ പറഞ്ഞ റാപ്പ് ആണ്ടവൻ്റെ തീ പിടിക്കുക ആ സാധനം ഉണ്ടല്ലോ, ആണ്ടവൻ്റെ നമ്മുടെ ലൂസിഫറിലുള്ള അത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ക്ലിക്കായി എന്നല്ലാതെ പുള്ളിനെ കൊണ്ടൊന്നും അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യിച്ച് സെറ്റപ്പ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഇനിയിപ്പോൾ കളങ്കാവൽ ഇറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ കളങ്കാവലായിരിക്കും ഞാൻ അടുത്ത പ്രതീക്ഷയുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പോൾ മഹേഷ് നാരായണൻ്റെ മൾട്ടി സ്റ്റാർ മൂവിയാണ്. അതിപ്പോൾ ഇനി ഇറങ്ങുമല്ലോ എന്നറിയില്ല. മമ്മൂട്ടിയൊക്കെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ലല്ലോ. എന്താണ് വയ്യാണ്ടായിട്ട് തിരിച്ചെത്തിയോ കുഴപ്പമൊന്നുമില്ലല്ലോ. മമ്മൂട്ടി ആയ കാരണം ഈ പറഞ്ഞവർ ആർക്കും ഒരു ഡീറ്റെയിൽസും കിട്ടിയില്ല. ആൾക്ക് എന്താ പറ്റിയ ശരിക്ക് ഇപ്പം പ്രശ്നമാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അപ്പോൾ മോഹൻലാലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ആൾക്കാരുടെ ഇടയിൽ എല്ലാ കാര്യങ്ങളും സ്പ്രെഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ മരുന്ന് കഴിക്കുന്ന ഏതാണ്, എത്ര നേരം മരുന്ന് കഴിക്കുന്നവരെ സ്പ്രെഡ് ആയിരുന്നു. മമ്മൂട്ടി ആയതുകൊണ്ട് ഒരു അകലത്തിലേ നിർത്തുള്ളൂ ആൾക്കാരെ, ഒരുപാട് അടുപ്പിക്കില്ല. പിന്നെ അത് മാത്രമേ ഒരുപാട് ഈ പറഞ്ഞ മാതിരി അനാവശ്യ കാര്യങ്ങൾ ഇപ്പോൾ സംസാരിക്കില്ല, മിണ്ടുമില്ല. മോഹൻലാലാണെങ്കിൽ ഇപ്പോൾ മോഹൻലാൽ കാരണമാണ് ഈ മമ്മൂട്ടി ആശുപത്രിയിലാണെന്നും വയ്യാണ്ടിരിക്കുകയാണെന്നുള്ളത് സ്ഥിരീകരിച്ച്. ഈ എമ്പുരാൻ്റെ പ്രൊമോഷനിടയിൽ ഒരാൾ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ലാണ്ടിരിക്കുന്നു, ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു, കുറച്ച് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പുള്ളിയാണ് കൂടുതൽ സ്ഥിരീകരിക്കുന്നത്. വേറെ ആളും സ്ഥിരീകരിച്ചതായിട്ട് എനിക്കറിയില്ല, ആരുമൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ അത്തരം ഇനി കളങ്കാവലൊക്കെ ആയിരിക്കും ഞാൻ പ്രതീക്ഷ ഉണ്ടാവുക. എന്തായാലും ബസൂക്ക കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരൊക്കെ ഈ വീഡിയോസുകൾ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നു. പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാവരും വീഡിയോ കാണുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.